അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ഈ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് എന്ന് എത്തിക്കാൻ പറ്റും? നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തോളൂ, പറഞ്ഞ സമയത്ത് തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ എത്തിച്ചേരും. ഐറ്റംസ് ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല കേട്ടോ. ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത തന്നെ ക്വാളിറ്റിയാണ്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വസിക്കാം. നിങ്ങൾ പറഞ്ഞ പിന്നെ അതിനപ്പുറത്തൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും ബൾക്കായിട്ടുള്ളൊരു ഓർഡർ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഇതൊരു തുടക്കമായിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഇവിടുന്ന് കിട്ടിയ സ്ഥിതിക്ക് നമുക്കിനി വേറെ നോക്കണ്ടല്ലോ. ഫസ്റ്റ് ഡീലാണ്. ഇവരതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അത് മതി. എന്ത് കഴിഞ്ഞാലും ഇവിടുത്തെ ഐറ്റംസുകളൊക്കെ നമുക്ക് ഇഷ്ടമായി. ആയിക്കോട്ടെ, വളരെ സന്തോഷം. രാജേഷ്, ഓ 4 സ്പെഷ്യൽ ടീ വേണം കേട്ടോ. ആയിക്കോട്ടെ. ഓ, ഈ കാര്യം ഞാൻ പറയാതിരിക്കായിരുന്നു. എന്തോടെ ഇത്? സോറി സാറേ, സോറി. ഇതെവിടെ നോക്കിയിട്ടാണോ ചായ എടുക്കണേ? സോറി സാറേ. എന്ത് പണിയോടോ ഈ കാണിച്ചത്? സോറി. അറിയാതെ പറ്റിപ്പോയാ സാറന്മാരെ. എന്തറിയാതെ എവിടോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അറിയാതെ പറ്റിപ്പോയാ സാരാക്കണ്ട. സാറന്മാരെ, ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിപ്പോയി. അത് ഞാൻ പറഞ്ഞല്ലോ. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ടാണോ ഈ ചെറിയ കാര്യത്തിന് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? സാരില്ല രാജേഷ് പൊക്കോ. സാരില്ല സാറുമാരെ, അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ വയനാട് ചൂരൽമല സ്വദേശിയാണ്, പേര് രാജേഷ്. 2024 മണ്ണിടിച്ചിലിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം മൊത്തം നഷ്ടപ്പെട്ടു പോയി. ഇനി അങ്ങോട്ടൊരു മടക്കയാത്ര ഇല്ലാന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ്.